മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവി
വെരി ഗുഡ് മോനെ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നൈസ് മോനെ സാരംകുട്ട. എന്തോ സർ? ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് വിദ്യാജി ചെയ്ത് ശ്രീനിചേട്ടൻ പാടിയ പാട്ടുകളിൽ നന്നായിട്ട് പാടി. പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് തോന്നിയത് കുറച്ച് ശ്രുതി പ്രശ്നം അവിടെയൊക്കെ ഉണ്ടായി. പിന്നെ വരി മറന്നുപോയി. വരി മറന്നതല്ല, അത് കൺഫ്യൂഷനായി. അവിടെ ഇല്ലാന്ന് വിചാരിച്ചു. അവിടെ ഇല്ല, തീരാന്ന് വിചാരിച്ചു. അത് റിഹേഴ്സൽ ചെയ്തതല്ലേ? അല്ലേ? അതെ. അങ്ങനെ വിചാരിക്കാമോ? റിഹേഴ്സൽ നോക്കുമ്പോ അറിയാലോ അത് അവിടെ അങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഇപ്പൊ ഈ ടേക്കിന്റെ സമയത്ത് അത് അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. പിന്നെ എനിക്ക് ചില ഭാഗങ്ങൾ നന്നായി എന്ന് പറഞ്ഞില്ലേ, അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ചരണത്തില് ഉദയത്തിൻ മുഖമോ എന്ന് പാടിയില്ലേ, ഹൈ പിച്ച്. അത് ടേക്കില് കുറച്ചും കൂടി നന്നായിരുന്നു. ഇപ്പൊ ശരിയല്ലോ, ഒന്നുകൂടി പാടി. അത് മാത്രം പാടുമ്പോഴാണ് കുഴപ്പം. ആ ഉദയത്തിൻ മുഖമോ ഒരു പാട്. ഉദയത്തിൻ മുഖമോ ഉയരിന്റെ സുഖമോ അലയുന്ന ശിലയോ അവൾ ആവണിക്കുളീരോ. ഉദയത്തിൻ മുഖമോ ഉയരിന്റെ സുഖമോ. ഇതിനേക്കാളും ഭംഗിയായിരുന്നു ടേക്കില് കേട്ടോ. പിന്നെ പ്രശ്നങ്ങളുടെ സ്ഥലം എന്നൊക്കെ പറയണത് തളിരിട്ട ലതയൊന്നും പാടുന്നില്ലേ, അത് കുറച്ച് സോഫ്റ്റ് ആക്കണം. തളിരിട്ട ലതയല്ലേ? ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ട കുറച്ച് സോഫ്റ്റ് ആക്കി. നേരത്തെ പാടിയപ്പോ വല്ലാതെ അത് പുഷ് ചെയ്ത് പാടി. തളിരുന്ന് വളരെ ജമ്പ് ചെയ്ത് വന്നു. അത് കുറച്ച് സോഫ്റ്റ് ആക്കിയാൽ നന്നായിരിക്കും കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒതുങ്ങുന്ന താരം എന്നുള്ളതിന് ഇത്തിരി ക്ലാരിറ്റി വേണം തോന്നി. ഒരു കൂട തണലിൽ ആ തണലിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഒതുങ്ങുന്ന താരമാണ് ക്ലാരിറ്റി കുറഞ്ഞ പോലെ തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മിഡ്പലവി വരുന്നില്ലേ, അതില് മിന്നൽ പോലെ എന്ന് പാടുന്നില്ലേ? അവിടെ കുറച്ച് സ്ട്രെയിൻ തോന്നി. അവിടെയും കുറച്ചൊന്ന് സ്ട്രെയിൻ ഇല്ലാതെ പാടണം തോന്നി. കാരണം വോയിസിന് ഇത്തിരി സ്ട്രെയിൻ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ആവണിക്കുളിരോ ചരണത്തില് അത് കുറച്ച് ശ്രുതിക്കാറില്ല. അവൾ ആവണി അതൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പാടാം. കുളിരോ എന്നൊക്കെ പാടുമ്പോ അവൾ ആവണി കുളിരോ, അത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കണം തോന്നി. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ വളരെ ഭാവത്തിൽ പാടുകയും ചെയ്തു. ചെറിയ ചെറിയ ശ്രദ്ധക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നി. ശ്രദ്ധക്കുറവിന്റെ ആണല്ലോ ആ സ്ഥലത്ത് പാടാണ്ടിരുന്നത് അല്ലേ? എത്ര പ്രാവശ്യം 100 കിട്ടിയിട്ടുണ്ട് ഇവിടെ? 2 പ്രാവശ്യം. 2 പ്രാവശ്യം. അപ്പൊ ഞാന് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ എനിക്ക് കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലെന്നെ നോക്കി ഓരോരോ ഇതിങ്ങനെ ടഫായിട്ടുള്ള സ്ഥലം ആലോചിച്ചപ്പോ മറന്നുപോയത്. മറന്നുപോയതല്ല, തീരല്ലേ അതുപോലെ ആയിപ്പോയി. തീരുന്ന പോലെ ആയിപ്പോയി. പല്ലവി അവിടെ സ്റ്റോപ്പ് ചെയ്യണമായിപ്പോയി. അത് ഓരോന്നും ഡിഫറെന്റ് രീതിയിലാണ് അത് ഓരോ സ്ഥലത്ത് സ്റ്റോപ്പ് ആവുന്നുള്ളതുകൊണ്ട് പല വ്യത്യസ്തമായ രീതിയിലാണ് പല സ്ഥലത്തും പാടിയിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്തായാലും ഒന്നുകൂടി ശ്രദ്ധ വേണം. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല മിടുക്കനാണ്, മിടുക്കൻ. സാരംകുട്ട, എന്തോ ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറിന്റെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ആ ജനറേഷനിലെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള സോങ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലൂട്ടും ഹരിച്ചേട്ടാ ബ്യൂട്ടിഫുൾ. ടോപ്പ് ബാൻഡ് സോ ഓൾവേസ് ഓൺ ടോപ്പ്. സ്ട്രിങ്സ് ഒക്കെ വരുന്നതായി, എസ്പെഷ്യലി ആ ചരണമൊക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എനിക്കും തോന്നിയത് സാരംകുട്ട ഓവറോൾ ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പം ഒരു അര നോട്ട് കുറക്കണമായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് തോന്നി. അധികം ബേസ് ഇല്ലല്ലോ. ഇല്ലേ? തോന്നിയോ? സാരംകുട്ടിന് തോന്നിയോ? കുറക്കണമെന്ന് തോന്നി. പിന്നെ ഇത് ഒറിജിനൽ പിച്ചിലാണോ പാടിയത്? അല്ലല്ല, ഓൾറെഡി കുറച്ചിട്ടുണ്ട്. അതൊന്ന്. പിന്നെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, മൈക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പഠനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇല്ല, അത് പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വോയിസും അതിന്റെ കൂടെ ഇങ്ങനെ കട്ടാവുന്നുണ്ട്. പക്ഷെ അതെ, അപ്പൊ പക്ഷെ അത് പഠിച്ചു വരും. ഓക്കെ, അപ്പൊ അതിന്റെ ആ ശ്രമമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്ഥലങ്ങളില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി വന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നേ. സാരംകുട്ടി ബ്യൂട്ടിഫുൾ ആയിരുന്നു. പാടുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സാരംകുട്ടൻസ്, ഇല്ല സർ. പണ്ട് ഇവിടെ റിച്ച് കുട്ടൻ ഉണ്ടായിരുന്നു, ആ അറിയാം. അറിയാലേ? ആ അവന് ഞാൻ കൊടുത്തിരുന്ന ഒരു പേരുണ്ട്, അത് KMR എന്നായിരുന്നു. KMR എന്ന് പറഞ്ഞാൽ കൊച്ചു മെലഡി രാജാവ് എന്നാണ്. നീയാണ് ഈ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ KMR. ആഹാ, മെലഡി എങ്ങനെ കൈകാര്യം ചെയ്യണം അതവൻ മനസ്സിലാക്കുന്നുണ്ട്. അതെ അതെ അതെ. അതാണ്, അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. യെസ്. പല ഇടങ്ങളിലും അനുപല്ലവിയുടെ സെക്കൻഡ് പോർഷൻ അല്ലേ ഒരു മോഡുലേഷൻ വരുന്ന ആ. ആ ഭാഗത്ത് അസാധ്യമായിട്ട് പാടിയ താങ്ക് യു. ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. അതൊരു ഹാർട്ട് ടു ഹാർട്ട്, ഹൃദയവും കൂടെ സംവേദിക്കുമ്പോൾ എന്താവും? വലിയൊരു ഹൃദയം. ആ വലിയ ഹൃദയത്തിന്റെ പേരെന്താണ്? ബിഗ് ഹാർട്ട്. പാട്ട്. എ സോങ് ഇസ് എ ബിഗ് ഹാർട്ട്. ആ പാട്ടിന്റെ പേരാണ് പാട്ട്. അതാണ്. അപ്പൊ ഹാർട്ടും പാട്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? ആ. അപ്പോ എന്റെ കുഞ്ഞ് വളരെ വലിയ ഒരു മിടുക്കനാണ് ആ കാര്യം. അതാണ് എനിക്ക് ഇന്നത്തെ പെർഫോമൻസിൽ ടേക്ക് അവേ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാത്തിലും ഒരു ടേക്ക് അവേ ഉണ്ട്. അതെ. അങ്ങനെയാണ് തോന്നിയത്. ഹരി ഒരു സലാം കേട്ടോ. ആ ബീജം അത് ഒട്ടും ഈസി അല്ല അത്, പക്ഷെ പുഷ്പമായിട്ട് അങ്ങ് വായിച്ചത്. അതിന് എക്സ്പ്രഷൻസ്, വെറുതെ നോട്ട്സ് വായിക്കല്ല, അതിന് എക്സ്പ്രഷൻസ്, ആ എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റി. അവിടെ ഫ്രാൻസി ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു ഹരി, പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇല്ലേ? ആ അത് കറക്റ്റ് ആക്കണം. തെന്നൽ പോലെ. ആ പഠിക്കേ കുറച്ചുകൂടെ സ്പീഡില്, കുറച്ചുകൂടെ സ്പീഡിൽ. തെന്നൽ പോലെ. ആ ഈസി ആയിട്ട് വരട്ടെ. അത് നല്ല രസമായിട്ട് വരണം കേട്ടോ. പിന്നെ എനിക്ക് പോലെ എന്ന് പാടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നീ മെലഡി നന്നായിട്ട് കൈകാര്യം ചെയ്തെന്ന് ഞാൻ പറഞ്ഞത്. മഞ്ഞു പോലെ അല്ലേ അതിൽ കൊടുത്ത ഒരു മോഡുലേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. അത് നമ്മളെ ഈ പാട്ടിൽ പിടിച്ചിടുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കല്ലോ എന്റെ മകനെ. സാരംകുട്ടനാണ് ഇപ്പോഴത്തെ KMR. നീ മാത്രമാണ് KMR. അപ്പൊ KMRന് എത്ര മാർക്ക് കൊടുക്കാം MJ സർ? നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ KMRന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97.75 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അപ്പൊ KMR ഇനി ഒട്ടും നമുക്ക് താഴെ പോകാൻ പറ്റത്തില്ല കേട്ടോ. KMR എന്ന് പേരും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഫുൾ മെലോഡാണ്. അതുകൊണ്ട് ഇനി വലുതാകുമ്പോഴും ജെന്റിൽമാൻ ആയിട്ട് ജീവിക്കണം. ആയിക്കോട്ടെ, സംശയമൊന്നുമില്ല. ആയിക്കോട്ടെ, മീനുകുട്ടിക്ക് വേണമെങ്കിൽ ആവാല്ലേ? ഞാൻ ശ്രമിക്കാം. എന്നാലും പൂർണ്ണമായിട്ട് അങ്ങ് പറയുന്നില്ല, ശ്രമിക്കാന്നേ പറയുന്നുള്ളൂ. നിന്നോട് ജെന്റിൽമാൻ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ സംസാരിക്കില്ല, ഇപ്പൊ സംസാരിച്ചൊക്കെ തുടങ്ങി. ആരാ കൂട്ടുകാരൻ? ജഗത്ത്. വെറുതെ അല്ല. ഈ ജഗത്ത് കഴിഞ്ഞാ പിന്നെ എത്ര ദോസ്ത് ഉണ്ട് ഇവിടെ? ദോസ്ത് പറഞ്ഞ പിന്നെ ദക്ഷ് ഉണ്ട്, പാർത്ഥിവ് ഉണ്ട്, ഓക്കെ. അങ്ങനെ ഒരാള്. വികൃതി കാണിക്കണ ദോസ്തുകൾ ആരാ? വികൃതിയാ? ചിലപ്പോ സാം എന്റെ കൂടെ ഉണ്ട്. വികൃതി വിശ്വസിക്കാനേ ആവുന്നില്ല. കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ എന്നെ ചിലപ്പോ പറ്റിക്കും. എങ്ങനെ? അവിടെ അതൊരു മയിലെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവിടെ എടാ ഞാൻ ഇന്നെ പറ്റിച്ചാടാന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് ഞാൻ പറയട്ടെ, കൺമണി. പിന്നെ ശിവഗാമി പാവല്ലേ? ശിവഗാമി പാവാന്ന്. ജുവലോ? ജുവലാണ് നീ കുറച്ച് വികൃതി കൂടുതൽ അല്ലേ? ജുവലാന്ന് തോന്നുന്നു അല്ലേ? കണ്ടാലേ അറിയാം. അതെ, ജുവലുണ്ട്. അവനിങ്ങനെ ആലോചിച്ചെടുക്കണം, പക്ഷെ ഉണ്ടോന്ന് സംശയം. ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഇതാ ഞാൻ അങ്ങനെ കാണില്ല. കാണില്ല. അവളധികം ഞങ്ങളുടെ വില്ലയില് അല്ല, അവള് വീടടുത്തായതുകൊണ്ട് വില്ലയിൽ ഇങ്ങനെ ഇടക്കിടക്ക് എന്താ ആര്യ ചേച്ചിക്ക് ഒരു ഇളക്കം പെട്ടെന്ന്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാ. ഏതാ പാട്ട്? മാരിവില്ലിൻ ഗോപുരങ്ങൾ
വെണ്ണിലാവായി മച്ചകങ്ങൾ. ഓ അതിന്റെ ഇളക്കമാണ് നമ്മളിപ്പോ കണ്ടത്. എത്ര ഹാപ്പി ആയിട്ടിരിക്കണെന്ന് അതെ, അതെ, അതെ. സന്തോഷമൊക്കെ അത് അങ്ങനെ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം എന്തോ സംഭവിക്കാൻ പോകുന്നു. അതെ അതെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. മാധവങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ വരാൻ പോകുന്നത് എന്റെ ടീമാ? എറണാകുളം ഏരിയയാണ്. ഓ എറണാകുളമാ? അതെ, നമ്മുടെ ജിതക്കുട്ടിയാണ് എത്താൻ പോകുന്നത് ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് പാട്ടുമായിട്ട്. വെൽക്കം ജിതക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഇന്ന് വെറൈറ്റി ആണല്ലോ. ഇന്ന് ആരോ തല്ലാൻ മന്ന പോലെയാണല്ലോ നടക്കുന്നത്. തിരി മൊത്തം കാണട്ടെ നിന്നെ. വെരി സ്റ്റൈലിഷ്. കൊള്ളാം കേട്ടോ. എനിക്ക് ഈ സാധനം നല്ല രസമുണ്ടല്ലേ. അതെ അതെ ആ നടത്തം കണ്ടപ്പോ എനിക്ക് മഞ്ജു വാര്യർ നടന്നു വന്ന പോലെ തോന്നി. അത് ശരിയാ. മുത്തേ നല്ലോണം പാടണേ. പഞ്ചുള്ള പാട്ടിന് പറ്റിയ പ്രസൻസ് ആണ് കേട്ടോ. മുഞ്ചുള്ള പെണ്ണ് പഞ്ചുള്ള പാട്ട് പാടാൻ പോവാണ്. മുഞ്ചുള്ള പെണ്ണിന് പഞ്ചുള്ള പാട്ട് നന്നായി പാടിയാൽ മഞ്ജു തരാം. ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് ശ്രീനിവാസൻ സാറും ബിജു നാരായണൻ സാറും. ഫിലിം സമ്മർ ഇൻ ബെത്ലഹേം, വർഷം 1998. All the best. All the best. All the best. കലക്കണം. Rambamba ramba, rigdamba ramba. മാരിവില്ലിൻ ഗോപുരങ്ങൾ
കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ, കൂട്ടിനു വന്നീ കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. വെരി ഗുഡ്. ജിതു ഓ കലകി. താങ്ക് യു. ഈ പാട്ട് പ്രത്യേക ഒരു ഫ്ലേവറാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുത്തും നമ്മളെ പാട്ട്. അപ്പൊ ഇഷ്ടപ്പെട്ട് പാടിയ പോലെ ഉണ്ട് അല്ലേ? മറ്റു പാട്ടുകളെക്കാൾ എന്തോ ഒരു ഇഷ്ടം, ഒരു ഓമനയായ പാട്ടിനെ എടുത്തു കൊണ്ടുവന്ന പോലെ ഉണ്ട്. അതെ അതെ. ജിതക്കുട്ടിയുടെ വൈബ് ഫുള്ളായി വരുന്നത് ഈ പാട്ടിലാണ്. ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, പ്ലസന്റ് ആയിരുന്നു. ഇതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ സീക്രട്ടാണ്, അതാണ് തക്കിട. താക്കിട്ട നോട്ട് തരിക്കിട്ട. നോട്ട് തക്കിട്ട് തക്കിട്ട് മാരിവില്ലിൻ തക്കിട്ട ഗോപുരങ്ങൾ തക്കിട്ട വെണ്ണിലാവാൻ തക്കിട്ട മച്ചകങ്ങൾ. ആ തക്കിട്ട. ആ തകിട സ്പേസിങ് കറക്റ്റ് ആക്കണം. ആ തക്കിട വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ. എന്നാ മാത്രമേ അടുത്ത ലൈനിൽ വരുന്നത് സമത്തിനാണല്ലേ, ആ. അവിടെ തകിടയില്ല. അതാണ് കോമ്പോസിഷന്റെ ബ്യൂട്ടി. കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ, ആ കൂട്ടിനു വന്നീ അതില് കൊട്ടാരത്തിനു സമത്തിലുള്ള ആ വാക്ക്, ആ അക്ഷരം ഒന്ന് സ്ട്രെസ് ചെയ്യണം. കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ, സ്ട്രെസ്. കൂട്ടിനു വന്നീ കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. തകിട മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൻ മച്ചകങ്ങൾ. മനസ്സിലായില്ലേ തകിടയും തരികിടയും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായി. ഇതിനാണ് നമ്മൾ സിങ്കോപ്പേഷൻ എന്ന് പറയുന്നത്. സിങ്കോപ്പേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ സ്ട്രെസ് കൊടുക്കണം, ആ താളത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ സ്ട്രെസ് കൊടുത്ത് ആ താളത്തിന്റെ സൗണ്ടിങ് അത് ഈ രീതിയിലാക്കുന്നത് സിങ്കോപ്പേഷൻ ആണ്. ചരണത്തിന്റെ ആദ്യത്തെ ലൈൻസ് പാടിയേ. തുമ്പപ്പൂക്കൾ തൂണാണേ കാക്ക പൊന്നു പൊൻവാതിൽ, കാക്ക പൊന്നു പൊൻവാതിൽ വെള്ളിത്തിങ്കളാണല്ലോ ചില്ലിൻ ജാലകം രാവിൽ പൂത്ത നക്ഷത്രം, രാവിൽ പൂത്ത നക്ഷത്രം മേലെ. അത് അങ്ങനെ പാടി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മെലഡിയാണ്. ആ മെലഡി വന്നാലേ അടുത്ത ലൈനിലോട്ട് നമുക്ക് റോക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതെങ്ങനെയാണ് ഈ മെലഡി പാടുന്നത്? പനിനീർ നിറയും പൈമ്പാൽ കുളവും, പൈമ്പാൽ പാവല്ലേ, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് പാടിയ. പൈമ്പാൽ കുളവും ആമ്പൽ തളിരും അഴകായി ഇവിടെ ഒരു പോക്കാണ്. തെന്നിമിനുങ്ങി നടക്കും മിന്നാമിന്നികളെ, നല്ല ഓപ്പൺ. കൊട്ടാരത്തിനകത്തു കുരുന്നു വിളക്കു കൊളുത്താൻ വാ. തക്കിട്ട അവിടെ തകിട തകതിമി കഴിഞ്ഞിട്ട് എത്തിയില്ല. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം നമ്മള് എങ്ങനെയൊക്കെയാണ് പാട്ടിനെ നന്നാക്കാൻ പറ്റുന്നത്. ആ പാട്ടിനെ നന്നാക്കാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല. ജിത ഒരു വണ്ടർഫുള്ളി നാച്ചുറൽ പെർഫോമർ ആണെന്ന് എനിക്ക് തോന്നിയ ഒരു ഇടമുണ്ട്. അതെവിടെയാണ്? ആ മച്ചകങ്ങൾ അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തില്ലേ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിയില്ലേ? അത് കഴിഞ്ഞിട്ട് മറ്റേ ഇതിലോട്ട് പോയില്ലേ? അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ. നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് അതിൽ നിന്നൊരു പെർഫോമൻസിലോട്ടുള്ള ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ട്രാൻസിഷനാണ്. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. പാട്ട് കലക്കി. താങ്ക് യു സർ. ഇപ്പൊ പറഞ്ഞ എംജങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചും കൂടി പാടുന്നതിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് ആവാം. പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഭാഗം പാടാൻ വന്നതാരോ പൂവാൽ പൂങ്കുയില്, ആ ഒരു സംഗതി പാടില്ലേ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മൈന്യൂട്ടായിട്ടുള്ള ശ്രുതി പ്രശ്നം, കുറച്ച് നോട്ട് ഇങ്ങനെ എത്തായിക, അതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ചില നോട്ട്സ് കുറച്ചിങ്ങനെ അവിടെയില്ല ഇവിടെയില്ല പോലത്തെ ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. മിന്നി തെന്നി മിനുങ്ങി നടക്കും, അവിടെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ തരത്താ ആ നോട്ട് മിസ്സാവും. മിന്നി തെന്നി മിനുങ്ങി നടക്കും മിന്നാ മിന്നികളെ, അത് കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കാവുള്ളൂ. നടക്കും എന്നുള്ളത് ശ്വാസം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു നോട്ട് മിസ്സായി.
ചരണത്തിന്റെ താര താര തത്താര പൂമുറ്റത്ത് അതിന്റെ ശ്രുതി ഇതൊക്കെ ഉള്ളൂ. പക്ഷേ ബാക്കി ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പാടി. ഈ സ്റ്റൈല് കൊള്ളാം. അതെ, കിഡിലെ സ്റ്റൈല് എനിക്കും ഇഷ്ടപ്പെട്ടു. അതെ, നല്ല കംഫർട്ടബിൾ അല്ലേ ഇങ്ങനെ ഇരുന്ന് ഡാൻസ് ഒക്കെ ചെയ്യാൻ. പക്ഷെ ഈ ഉടുപ്പിൽ ഒരു സീക്രട്ട് ഉണ്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് കണ്ടുപിടിക്കും നിങ്ങള്. സിനിമയായിട്ട് എനിക്ക് ജിതയുടെ ഉമ്മയാ പറഞ്ഞു തന്നത്. ക്ലൂ സിനിമയായിട്ട് സിനിമയിൽ തന്നെ അതൊരു സീക്രട്ടാ. സമ്മർ അതാണ് ബെത്ലഹേം കണ്ടില്ലായിരുന്നു. പൂച്ച ടീഷർട്ട് അതാണല്ലേ. കണ്ടോ ബ്രില്യന്റ് ബോയ് ആൻസർ ചെയ്തത്. അപ്പൊ ജിതക്കുട്ടി നല്ല പെർഫോമൻസ്. യു ആർ എൻ അമേസിംഗ് പെർഫോമർ കേട്ടോ, അടിപൊളി. എനിക്ക് ഓവറോൾ കുറച്ചൊരു പിച്ച് സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷേക്കി ആയി പോകുന്ന പോലെ തോന്നി. പിന്നെ ജിതയുടെ ട്രേഡ് മാർക്ക് അക്ഷരം ഏതാണെന്ന് ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. അത് റാ ആണ് ഗൈസ്. റാ കുറുകെ നിറയും അങ്ങനെ അതാണ് ജിതയുടെ ട്രേഡ് മാർക്ക് അക്ഷരം. പഞ്ചാക്കാൻ നോക്കി ഞാൻ അടുത്ത പ്രാവശ്യം നോക്കും. റാ അങ്ങനെയാണ് പാടുന്നത്. ഓവറോൾ കുറച്ചും കൂടെ ഒരു കൺട്രോൾ വരാമെന്ന് തോന്നി പാട്ടിന്റെ മേളിൽ. ആ മെലഡി സെക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ആ ട്രാൻസിഷൻ നല്ല രസമായിട്ട് വന്നേനേന്ന് തോന്നി. ബാക്കി കിഡ്ലം പെർഫോമൻസ് മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. Okay, Jidakudi going to be awarded 97.5 on 100 today. My dear Captain, യെസ്, ഈ സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഒരു സിനിമയല്ലേ? ബ്യൂട്ടിഫുൾ മൂവി, ബ്യൂട്ടിഫുൾ സോങ്സ്. അത് എല്ലാ പാട്ടും ഹിറ്റോ ഹിറ്റ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ഇതില് വീടും അല്ലേ? വീടെല്ലാം മതങ്ങൾ കൊട്ടാരല്ല ബ്ലങ്കാവ്. യെസ്, ബ്ലങ്കാവ്. മീനൂട്ടിക്ക് എന്ത് വേണോ? ചെറിയൊരു വീട് വേണോ അതോ ബ്ലങ്കാവ് വേണോ? എനിക്കിപ്പോൾ എന്റെ വീട് മതി. അത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് ഭയങ്കര സമാധാനം. എന്താ മനസ്സിലായോ സർ? ഒരു ഹോംലി ഫീൽ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് മീനൂട്ട, അതായത് ഈ സിനിമകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഈ സിനിമ കാണുമ്പോഴത്തേക്കും ഈ വീടൊന്നും ഇല്ലാതിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അവര് എങ്ങനെയായിരിക്കും അത് കാണുമ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടാവില്ലേ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ഇനിയിപ്പോ അങ്ങനെ ഒരു സങ്കടത്തിന്റെ ആവശ്യമില്ല എംജയങ്ങളെ. അതെന്താണെന്നറിയാമോ? ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകൾ വരെ നമ്മുടെ കേരളത്തിൽ പണി തീർന്നു കഴിഞ്ഞു. അത് കൊള്ളാലോ. കേരളത്തിൽ വീടും സ്ഥലവും ഇല്ലാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് വീടുകൾ ഉറപ്പാക്കി സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ എല്ലാ ക്ഷേമ പദ്ധതികളും ഇവർക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതാണ് ലൈഫ് മിഷന്റെ ലക്ഷ്യം. ലോക സമസ്ത സുഖിനോ ഭവന്തോന്നല്ലേ? അതെ, മീനൂട്ട. ഇവിടെ മിമിക്രി ഒക്കെ ചെയ്യുന്ന ആള് മധു സാറാണല്ലോ. സാറിനൊരു എതിരാളിയായിട്ട് ഞാൻ ഇറക്കിയത്, അതും കാസർഗോഡ്ന്ന്. എന്താ നോക്കിയാണ് വെൽക്കം ചെയ്യും. അതൊന്നും കുഴപ്പമില്ല, വെൽക്കം ഇവള് പറഞ്ഞ ആരാണെങ്കിലും വെൽക്കം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചുമ്മാ അടവാന്നിട്ട് ഓർത്ത്. ഹായ് ഹായ് ഹായ്. എന്താ പേര്? ഹാഷിം. മോചേട്ടാ നമസ്കാരം. നമസ്കാരം. ജയചന്ദ്രൻ സാർ നമസ്കാരം. നമസ്കാരം. മോചേട്ടന്റെ വോയിസ് ആരും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. ആ ക്രെഡിറ്റ് എനിക്ക് വേണം. ആദ്യമായിട്ട് വോയിസ് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. വോയിസ് കിട്ടും, പക്ഷെ സംഗതി കിട്ടാൻ പോകുന്നില്ല ഗൈസ്. അതെ അതെ, ട്രൈ ചെയ്യാം ഞാൻ. എനിക്ക് പണിയായിട്ട് വന്നിരിക്കാം. എം ജയചന്ദ്രൻ സാറിന്റെയും ഞാൻ ചിലപ്പോ ട്രൈ ചെയ്യാം. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാ വന്നത്. ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ ലേ ലേ എന്ന് പറയുന്ന ഒരു സോങ്. ലേ 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 മാനത്തെ മണിച്ചിത്തത്തെ ലേ ലേ മണിവളക്കിലുങ്ങണതെന്താണ്? സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമക്കണ്ണിണകളിൽ എന്താണ്? കിസ പറഞ്ഞൊരു കെടി കിളിമോളെ, നല്ല കെസു പാടി പറക്കെടി മയിലാണേ, നല്ല കെസു പാടി പറക്കെടി മയിലാണേ. ലേ 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 ലേ. നിങ്ങളെ മുമ്പിൽ വരാൻ പറ്റിയാലും നിങ്ങളെ മുമ്പിൽ തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയാലും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഹാപ്പിയാണ്. ഒത്തിരി താങ്ക്സ് കേട്ടോ. താങ്ക് യു മീനാക്ഷി. ബൈ. ആര്യ ചേച്ചി, ഒരു നല്ല മെലഡി കേൾക്കാൻ തോന്നുന്നുണ്ടോ? യെസ്. കുറച്ച് സമാധാനായിട്ട് സന്തോഷായിട്ട് തോന്നുന്നില്ലേ? ഓക്കെ, MJ ഒരു നല്ല മെലഡി കേൾക്കാൻ കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നവർക്ക് മാത്രമേ കേൾപ്പിച്ചു കൊടുക്കൂ. ഒരു നല്ല മെലഡി സോങ്ങുമായിട്ട് നമ്മുടെ ജനീലിയ കുട്ടിയാണ് എത്തുന്നത്. വിളിക്കാം. ഓക്കെ, അബുദാബിന്ന് വരികയാണ്. സോ ലെറ്റ്സ് വെൽക്കം ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്.
നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല പാട്ടുകൾ കേട്ടു, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ വീണ്ടും കാണും ഇതേ സമയത്ത്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.